നിർമ്മല കോളേജിലെ പ്രശ്നം രമ്യമായിട്ട് പരിഹരിച്ചു. അത് പരിഹരിച്ചില്ല, ഇനിയും ചിലത് ബാക്കിയുണ്ട് എന്ന് ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത, കോതമംഗലത്തെ ഒരു സ്കൂളിൽ, മൂവാറ്റുപുഴ നിർമ്മല കോളേജിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അസുഖം സ്കൂളിലേക്ക് വ്യാപിച്ചു. സ്കൂളിൽ ഒരു പെൺകുട്ടി, 2 പെൺകുട്ടികൾ നിസ്കരിക്കാനുള്ള അവകാശം വേണമെന്ന് പറയുക, പിന്നെ വേണ്ടാന്ന് പറയുക, പിന്നെ രണ്ടാമത്തെ ദിവസം ഒരാൾ നിസ്കരിക്കുക, അയാളെ പിടിച്ച് പ്രിൻസിപ്പലിന് മുമ്പിൽ ഹാജരാക്കുക, അയാളുടെ അച്ഛൻ വന്നിട്ട് അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുക. ഇങ്ങനെ രണ്ടാമത്തെ ദിവസം അടുത്ത പെൺകുട്ടി നാടകം ആരംഭിക്കുക. ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവ സഭകൾ നടത്തുന്ന സ്കൂളുകളിൽ ഓരോന്നോരോന്നായിട്ട് ഈ നിസ്കാരം ഒരു പ്രശ്നമായിട്ട് കൊണ്ടുവരാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ എന്ന് വേണം കരുതാൻ. അല്ലാതെ ഇത് ഒരു ചുമ്മാ പിള്ളേർക്ക് തോന്നുന്ന ഒരു ഉൾവിളിയൊന്നുമല്ല. ഇതിനു മുമ്പും പിള്ളേർ അവിടെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, എത്രയോ പേര് പഠിച്ചു പോയി. ഇതിലും വലിയ ദൃഢമായ ഇസ്ലാമിക വിശ്വാസമുള്ളവരൊക്കെ ഇപ്പോഴും പഠിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് പഠിച്ചിറങ്ങിയവരിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നം തുടങ്ങാൻ കാര്യം എന്താണ്? ക്രിസ്ത്യാനികളെ റാഡിക്കൽ ഇസ്ലാം ടാർഗറ്റ് ചെയ്യുന്നു. ഇത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയല്ല. തൊടുപുഴ കോളേജിലെ പ്രൊഫസറായിരുന്നെങ്കിലും കൈവെട്ടിയത് മൂവാറ്റുപുഴയിൽ വെച്ചാണ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലാണ് ഈ പറഞ്ഞ നിസ്കാര കശപിശ ആദ്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് കോതമംഗലത്തേക്കും വ്യാപിച്ചു. ഏകദേശം ആ പ്രദേശം തന്നെയാണ് കോതമംഗലവും, ആ ഏരിയയിൽപ്പെട്ട സ്ഥലങ്ങളാണിതൊക്കെ. അപ്പോൾ ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു നീക്കമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ റാഡിക്കൽ ഇസ്ലാം ടാർഗറ്റ് ചെയ്യുന്നു. ഇവർ ക്രിസ്ത്യാനികളാണെങ്കിൽ കീഴടങ്ങി മുന്നോട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിർമ്മല കോളേജിൽ എന്തുകൊണ്ട് മഹല്ല് കമ്മിറ്റിയുമായിട്ട് ഒത്തുതീർപ്പിലെത്തി? അതിന് സഭയ്ക്ക് മറുപടിയില്ല. സഭ എനിക്കുള്ളൊരു മറുപടി എന്നുള്ള നിലയ്ക്ക് പണ്ടവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസറെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ഒരു നടപടി എടുത്തതായിട്ട് എനിക്കറിയില്ല. അതിൻ്റെ പബ്ലിക്കായിട്ട് ഒരു അറിയിപ്പുമില്ല. പോട്ടെ, എടുക്കാതിരിക്കുക അവരുടെ കാര്യം. ഞാനന്ന് പറഞ്ഞിരുന്നു, ഇതൊന്നും നല്ല കാര്യമല്ല, ഇങ്ങനെ സറണ്ടർ ചെയ്യാൻ പാടില്ലായിരുന്നു. സറണ്ടർ അല്ല എന്നൊക്കെ അവർ വാദിച്ചു. ശരി, ഇപ്പോഴോ കോതമംഗലത്തും എന്തോ ജാഗ്രതാ സമിതി എന്നൊക്കെ പറഞ്ഞ് പത്രക്കുറിപ്പൊക്കെ ഇറക്കിയത് ഞാൻ കണ്ടു. ബട്ട് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ ഇവർക്ക് കീഴടങ്ങും, സഭ ഇവർക്ക് കീഴടങ്ങും. ഇപ്പം തന്നെ നമ്മളുടെ പല കോളേജുകളുമായിട്ട് ബന്ധമുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ, അദ്ദേഹം എറണാകുളം മാരായസ് കോളേജിൽ നിസ്കാര പള്ളിയുണ്ട്. പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മുറി അവരെ കൊണ്ട് നിസ്കാര മുറിയാക്കി മാറ്റി. സെൻറ്റ് തെരേസാസ് കോളേജിലുണ്ട് പോലും. ഇതൊക്കെ അദ്ദേഹം എഴുതുന്നതാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം എഴുതി കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാതൊന്നും എഴുതില്ല. ഞാനിതിനു മുമ്പും പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് ഓൾറെഡി അനുവദിച്ചു കൊടുത്തു. ഒരു ചാപ്പൽ നിങ്ങൾ കോളേജിൽ പണിയുമ്പോൾ ഹിന്ദുക്കൾ നോക്കുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കോളേജാണ്, അതിനുള്ളിൽ അവരൊരു പള്ളി കെട്ടിയിരിക്കുന്നു. നമുക്കെന്താ? ഹിന്ദുക്കൾ പോകും, പഠിക്കും, തിരിച്ചിറങ്ങും. മുസ്ലിങ്ങൾ അങ്ങനെ അല്ല. ക്രിസ്ത്യൻ പള്ളിയുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു മുസ്ലിം മോസ്ക് ആയിക്കൂടാ? അത് ഞങ്ങൾക്ക് പണിഞ്ഞു തരണം. അതല്ലെങ്കിൽ ക്ലാസ് മുറിയിലോ എവിടെയെന്ന് വെച്ചാൽ നിസ്കരിക്കാൻ സൗകര്യം തരണം. അത് ഞങ്ങളുടെ മതത്തിൻ്റെ അവകാശമാണ്. അതിന് വേണ്ടിയിട്ടാണ് എക്സ്റ്റെൻഡഡ് ഒരു ബ്രേക്കിംഗ് അവേഴ്സ് വെള്ളിയാഴ്ച കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ കൊടുത്തതല്ല, 1967 മറ്റോ ആണ് ഈ ഉച്ചയ്ക്കുള്ള പീരീഡ് വർദ്ധിപ്പിക്കുന്നത്, ആ ഗ്യാപ്പ് വർദ്ധിപ്പിക്കുന്നത്. ഞാനിന്ന് സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് മുസ്ലിങ്ങൾ വളരെ കുറവാണ്. അതിനാൽ മുസ്ലിം സ്റ്റുഡൻസ് എന്ന് പറയാൻ മൊത്തം ഹൈസ്കൂൾ എടുത്തു കഴിഞ്ഞാൽ 10,300 പേരിൽ 5 or 6 ആണ് മുസ്ലിം കുട്ടികളുള്ളത്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് അവിടെ നിസ്കരിക്കാനുള്ള പള്ളിയില്ല, പള്ളി അവർ വെച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം അവർക്ക് തോന്നിയിട്ടില്ല. സാധാരണ മനുഷ്യരെ പോലും ജീവിക്കുന്നു. അന്നത്തെ ഇസ്ലാം അല്ല ഇന്നത്തെ ഇസ്ലാം. അന്ന്
ഈ ഉച്ചയ്ക്ക് കൂടുതൽ സമയം അവധി കിട്ടുന്നു, ഊണ് കഴിക്കാനുള്ള സമയം കൂടുതൽ, വൈകുന്നേരം അരമണിക്കൂർ താമസിക്കുകയും വേണം. ഇതെന്തിനാണ് എന്ന് ആർക്കും മനസ്സിലായില്ല. ഏതായാലും പിള്ളേരല്ലേ, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കളിക്കുക, അവ സ്കൂൾ ഗ്രൗണ്ടിൽ കിടന്ന് നട്ടാപ്ര വെയിലത്ത് കളിക്കും, ഞാനും ഒക്കെ അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിനാണെന്നൊന്നും ആർക്കും അറിയില്ല. അന്ന് തുടങ്ങിയ കലാപരിപാടിയാണിത്. അന്നു മുതൽ മര്യാദക്കാരായ ഇസ്ലാമിനെ കുറച്ച് റാഡിക്കലൈസ് ചെയ്യാനുള്ള പദ്ധതികൾ നടത്തിക്കൊണ്ടിരുന്നു. EMS സർക്കാരിൽ ആദ്യമായിട്ട് മുസ്ലിം ലീഗ് അധികാരം പങ്കിടുന്ന സമയം CH മുഹമ്മദ് കോയയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോഴാണ് ഈ നാടകമൊക്കെ തുടങ്ങുന്നത്. സ്ലോലി ദേവർ റാഡിക്കലൈസിങ് ദെയർ കമ്മ്യൂണിറ്റി. ഇതൊന്നും ചെയ്തുകൂടാത്തതായിരുന്നു, ഇതൊന്നും വഴങ്ങിക്കൊടുക്കരുതായിരുന്നു. അടുത്ത സർക്കാർ വന്നപ്പോൾ ഈ പരിപാടി നിങ്ങൾ അമ്പലത്തിൽ പോവുകയോ പള്ളിയിൽ പോകുക, ഇതൊന്നും വിദ്യാഭ്യാസത്തിൻ്റെ ടൈമിങ്ങിനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് തീർത്ത് പറഞ്ഞ് അന്ന് മുളയിലേ നുള്ളേണ്ടതാണ്. ഇന്നിപ്പോൾ എന്തായി, ഈ എക്സ്റ്റെൻഡഡ് ഇൻ്റർവെൽ ഉച്ചയ്ക്കലത്തെ ആ ഇൻ്റർവെല്ല് മുസ്ലിം കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനുള്ളതല്ലേ ആണ്. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും കൊടുക്കണ്ടേ? കൊടുക്കണം. ന്യായമല്ലേ അവരുടെ ചോദ്യം? ഞങ്ങൾക്ക് നിങ്ങൾ സമയം തരുന്നു പ്രാർത്ഥിക്കാൻ, സ്ഥലവും നിങ്ങൾ തരണം. നിങ്ങൾ പറയുന്നു പുറത്തെവിടെയെങ്കിലും പോയി പള്ളിയുണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിച്ച് അവിടെ പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയാവുന്നില്ല. ഞങ്ങൾക്കിവിടെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാനല്ലേ ഈ സമയം എക്സ്റ്റൻഡ് ഇൻ്റർവ്യൂവിൽ തന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് വരാന്ത മതിയെന്നേ, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം മതി. ഞങ്ങൾ തന്നെ ബെഞ്ചും ഡെസ്കും ഒക്കെ മാറ്റിയിട്ട് ഞങ്ങൾ നിസ്കരിച്ചിട്ട് ഞങ്ങൾ തന്നെ ബെഞ്ചും ഡെസ്കും തിരിച്ചിടാം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ തുടക്കം. നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു കുഴപ്പമില്ല, ഞാൻ തന്നെ എടുത്ത് മാറ്റി ഞാൻ തന്നെ തിരിച്ചാക്കി തരാം. അങ്ങനെ തുടങ്ങി അതൊരു പള്ളിയായിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ പരിപാടി. ഇപ്പോൾ ഒരു പള്ളി നിങ്ങൾക്ക് സാധാരണ നിലയിൽ ജില്ലാ കളക്ടറുടെ അനുമതിയില്ലാതെ ഒരു ആരാധനാലയം വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മുസ്ലിം പള്ളി വയ്ക്കുന്നത് എങ്ങനെയാണ്? താഴെയും മുകളിലൊക്കെ ആയിട്ട് 2 നിലയുള്ള കെട്ടിടമൊക്കെ ഉണ്ടാവില്ല. താഴെ വാടകയ്ക്ക് എടുക്കുക, മുകളിൽ ഒരു ഹോളായിട്ട് മാറ്റുക. അതെന്തെങ്കിലും അൽ ഇസ്ലാഹിയ ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞ് പേര്, ഒരു 10-50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമൊക്കെ. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു വട്ടത്തിൽ ഒരു മിനാരം അതിൻ്റെ കൂടെ അങ്ങ് കെട്ടും. അവിടെ ഉച്ചയ്ക്ക് നിസ്കരിക്കും. മതി, മുസ്ലിം പള്ളിയായി കഴിഞ്ഞു. മുസ്ലിം പള്ളിക്ക് വേറെ അലങ്കാര സംഗതിയൊന്നും വേണ്ട. ഹിന്ദുക്കളെ പോലെ പ്രാണപ്രതിഷ്ഠ ഇതൊന്നും ഇല്ലല്ലോ. 3 നേരം പൂജ അതുമില്ല. ഉച്ചയ്ക്ക് നിസ്കരിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം നിസ്കരിക്കാം, 5 നേരം നിസ്കരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ് സാധനം ഒരു മോസ്കായിട്ട് ഔദ്യോഗികമായിട്ട് അറിയപ്പെടും. പിന്നെ അതിൻ്റെ ചുറ്റും ചില അലങ്കാരപ്പണി അത് ഇതൊക്കെ ചെയ്ത് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറും കൂടെ അങ്ങനെ പള്ളിയായി. കഴിയുമ്പോഴത്തേക്ക് അത് ചരിത്രപുരാതനമായ പള്ളിയാണെന്ന് അവകാശം വരും. അവസാനം ജില്ലാ കളക്ടർക്ക് ഇതിന് അനുമതി കൊടുക്കേണ്ടി വരും. അങ്ങനെ പള്ളിയാവും. ഇങ്ങനെയാണ് പള്ളികൾ ഉണ്ടാകുന്ന വിധം. ഇത് പള്ളിക്ക് മാത്രമല്ല, അമ്പലത്തിനും ക്രിസ്ത്യൻ പള്ളിക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരികയാണ്. മറ്റു 2 പേരും ഇത് ഉപയോഗിക്കാറില്ല. ക്രിസ്ത്യാനികൾ ആദ്യമൊക്കെ ചെയ്യാൻ ഇപ്പം ഇല്ല. ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ മുസ്ലിം വാസ്തവത്തിൽ സഭാ നേതൃത്വം അൽമായർക്കൊന്നും ഇതിലൊരു പങ്കുമില്ല കേട്ടോ. അൽമായർ തീർത്തും ഇരുട്ടിലാണ്, അവർക്ക് എന്ത് സംഭവിക്കുന്നു കൃത്യമായ ഇതൊന്നുമില്ല. സഭാ നേതൃത്വം, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുടെ നേതൃത്വം, മറ്റ് സഭകളും തരക്കേടില്ലാതെ ഇതൊക്കെ അനുവദിക്കുന്നൊക്കെ ഉണ്ട്. ബട്ട് അതൊരു മേജർ ഫോഴ്സ് അല്ലാത്തതുകൊണ്ട് ആരും അത് മൈൻഡ് ചെയ്യാതെ വിട്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിലാണ് കൂടുതലും ഇതുപോലത്തെ കലാപരിപാടികൾ കൂടി വരുന്നത്. അത് നിങ്ങൾ തന്നെ വരുത്തി വെച്ച ഒരു ദുരിതമാണ്. ഈ വെള്ളിയാഴ്ച എക്സ്റ്റെൻഡഡ് ഇൻ്റർവെല്ലിൽ കൊടുക്കുമ്പോൾ സംഘടിത ശക്തിയാണ് അന്ന് കത്തോലിക്ക സമുദായം. ഹിന്ദുക്കൾ അന്നും ഇന്നും സംഘടിതരല്ല. അതുകൊണ്ട് ഇത് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള ജീവൻ പോലും ഹിന്ദുക്കൾക്കുണ്ടായില്ല. പക്ഷേ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു, സഭയ്ക്കുണ്ടായിരുന്നു. സഭ അത് ചെയ്തില്ല, അനുവദിച്ചു കൊടുത്തു, സമയം കൊടുത്തപ്പോൾ ഇപ്പോൾ സ്ഥലം ചോദിക്കുന്നു. വർഷം 10, 40, 50 കഴിഞ്ഞു. പക്ഷേ 50 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ക്ലെയിം വരുന്നത്. അങ്ങനെയാണ്. ഒരിക്കൽ നിങ്ങൾ സൂചി കുത്താൻ ഇടം കൊടുത്താൽ തൂമ്പ കയറ്റാനായിട്ട് ഇടം ചോദിക്കും. അത് ചോദിക്കുന്നതിനൊരു ഗ്യാപ്പ് ഉണ്ടാകും. ചിലപ്പോൾ 50 വർഷം അല്ലെങ്കിൽ 2 തലമുറ കഴിഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. ബട്ട് യു ഹാവ് അലൗഡ് ദാറ്റ് ക്ലെയിം. ആ സൂചി കുത്താൻ ഇടം കൊടുത്തതിലൂടെ നിങ്ങൾ ക്ലെയിം സമ്മതിച്ചു കഴിഞ്ഞു തത്വത്തിൽ. പിന്നെ അത് വികസിപ്പിക്കുന്നതല്ലേ.
അത് വരും തലമുറ ചെയ്തോളും. ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. ഞാൻ ആകെ ക്രൈസ്തവ സഭകളോട് പറയുന്ന ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ്, എനിമീസിൻ്റെ ലിസ്റ്റ്. എനിമി ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് നിങ്ങൾ എഴുതിയിരിക്കുന്നത് RSS എന്നാണ്. RSS സമം ഹിന്ദു എന്നൊരു സമവാക്യമുണ്ടോ? ഇല്ല. പക്ഷേ സൈക്കോളജിക്കൽ വാക്യമുണ്ട്. ആർക്കെങ്കിലും ഹിന്ദുവിനെ ചീത്ത പറയണമെങ്കിൽ RSSനെ ചീത്ത പറയും, ഇല്ലേ? RSSനെ ചീത്ത പറഞ്ഞാൽ അത് ഹിന്ദുവിന് കൊണ്ടോളും. ഇതൊരു സൈക്കോളജിക്കൽ സമവാക്യമാണ്. തർക്കിക്കാനിരുന്നാൽ പറയും, ഞാൻ RSSനല്ലേ കുറ്റം പറഞ്ഞു, ഹിന്ദുവിനെ ഞാനവിടെ കുറ്റം പറഞ്ഞു, ഞാൻ RSSനെയാണ് കുറ്റം പറയുന്നത്. RSSനെ അല്ല, ഈ ആശാൻ കുറ്റം പറയുന്നത് ഹിന്ദുക്കളെയാണ്. സാങ്കേതികമായിട്ട് രക്ഷപ്പെടാനായിട്ട് RSS എന്ന് പറയും. അപ്പോൾ RSS സമം ഹിന്ദു എന്നൊരു വാക്യം, സമവാക്യം ഇല്ലെങ്കിലും ഒരു സൈക്കോളജിക്കൽ, മനഃശാസ്ത്രപരമായ ഒരു വാക്യം നിലവിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ക്രൈസ്തവ സഭകളുടെ എനിമി ലിസ്റ്റിൽ 1ാമത്തെ നമ്പർ RSS എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഹിന്ദു എന്നാണ് സൈക്കോളജിക്കലി. പ്ലീസ് റിമൂവ് ദാറ്റ്. നിങ്ങളുടെ എനിമി ലിസ്റ്റ് പുനഃപരിശോധിക്കണം. ഹിന്ദുക്കൾ ഒരിക്കലും നിങ്ങളുടെ ശത്രുക്കളല്ല. നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന മിത്രങ്ങളാണ്. ഒരുപക്ഷെ ആശ്രയിക്കാമോ എന്ന് പോലും ഞാൻ പറയില്ല. കാരണം ഹിന്ദുക്കളായിരിക്കും നിങ്ങളെ ആശ്രയിക്കുക. ഇപ്പോഴും കുറേ കൂടി ഓർഗനൈസ്ഡായ സൊസൈറ്റി ക്രിസ്ത്യാനികളുടെയാണ്, ഹിന്ദുക്കളുടെ അല്ല. ഞാനത് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ തോളത്ത് കൈവച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളെ കൂടെ സംരക്ഷിക്കേണ്ട ബാധ്യത വരുമോ എന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ ആ ഭയത്തിൽ ഒരല്പം കാര്യമുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. ബട്ട് ഹിന്ദുക്കൾ നിങ്ങളെ ചതിക്കില്ല, നിങ്ങളുടെ കൂടെ നിൽക്കും, അത് ഉറപ്പാണ്. നിങ്ങൾ ഈ ശത്രു ലിസ്റ്റിൽ നിന്ന് മാറ്റി ഇപ്പുറത്ത് ഫ്രണ്ട്സ് ലിസ്റ്റിൽ RSSനെ കൊണ്ടുവരിക, ഹിന്ദുക്കളെ കൊണ്ടുവരിക എന്നർത്ഥം. അതിനൊരു സൈക്കോളജിക്കൽ എഫക്റ്റുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ ഒരാൾ തുറിച്ച് നോക്കി അയാൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് തെരുവിലിറങ്ങുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ കച്ചറ ഉണ്ടാക്കുന്നവർക്കെതിരെ തെരുവിലിറങ്ങാൻ നിങ്ങൾക്ക് ആളുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മണിപ്പൂരിൽ നടക്കുന്ന കാര്യത്തിന് ഇവിടെ പ്രതികരിക്കാൻ ബിഷപ്പുമാരുണ്ട്, ഉണ്ടല്ലോ, ന്യായവുമാണ്. മണിപ്പൂരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ നോവണം, അതിനും തരക്കേടില്ല. പക്ഷേ ഇവിടുത്തെ ക്രിസ്ത്യാനിയെ ആക്ഷേപിച്ചാൽ, അധിക്ഷേപിച്ചാൽ, ആക്രമിച്ചാൽ ഇവിടുത്തെ സഭയ്ക്ക് നോവാത്തത് എന്താ? അത് ചെയ്തത് ഇസ്ലാമാണെങ്കിൽ ഒട്ടും നോവില്ല, പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യും, എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്ന് പറഞ്ഞിട്ട് പ്രസ്താവന ഇറക്കും. ഇതൊരു നല്ല കാര്യമല്ല. നിങ്ങൾ അപകടത്തിൻ്റെ വക്കിലേക്ക് മെല്ലെ നടന്നെടുക്കുകയാണ്. ഒരു സമുദായം എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ ബഹുമാനമുണ്ട് ക്രൈസ്തവ സമൂഹത്തോട്. കാരണം അവരുടെ കെട്ടുറപ്പിൻ്റെ അടിസ്ഥാനം വാസ്തവത്തിൽ പള്ളികളോ ഇടവകളോ ഒന്നുമല്ല, അവരുടെ കുടുംബ സംവിധാനമാണ്. ക്രിസ്ത്യാനികൾ പലരും കുടുംബയോഗം ചേരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പത്രത്തിൽ പരസ്യമൊക്കെ കൊടുത്താണ് കുടുംബയോഗം ചേരുന്നത്. ഹ്യൂജ് ഫാമിലി. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ബേസ്. ഇതല്ല സഭയാണ് കെട്ടുറപ്പിൻ്റെ ഒരു അടിത്തറ എന്ന് ധരിക്കുന്നവരുടെ തെറ്റിദ്ധാരണ മാറ്റുക. സഭയല്ല, നിങ്ങളുടെ കുടുംബങ്ങളാണ് നിങ്ങളുടെ ശക്തി. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ബഹുമാനം. ഞാൻ ആകെ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ശത്രു ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക, അതിൽ നിന്ന് ഹിന്ദുവിനെ ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക്, മിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതിനെ നേരിടാൻ തയ്യാറാവുക. ചില കാര്യങ്ങളെ ധൈര്യമായിട്ടങ്ങ് നേരിടുന്ന എന്ത് വരാനാണ്, എന്ത് വരുമെന്നാണ്. രാജ്യത്ത് സമാധാനം, ബഹളം ഉണ്ടാകും, ലഹള ഉണ്ടാകും. ഈ സമാധാനം സ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാനുള്ള ബാധ്യത ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മാത്രമല്ല, അത് മുസ്ലിമിനുമുണ്ട്. റാഡിക്കൽ മുസ്ലിമിന് പ്രത്യേകമുണ്ട്. ഇതിലൊരു വേർതിരിവും ആവശ്യമാണ്. റാഡിക്കൽ മുസ്ലിമും സാധാരണ മുസ്ലിം സാധാരണ ഹിന്ദു ക്രിസ്ത്യനെ പോലെ ജീവിച്ചു പോകുന്നുണ്ട്. ഇതിനകത്ത് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് റാഡിക്കൽ മുസ്ലിം. അവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതിൻ്റെ അടയാളമാണ് ഈ പോപ്പുലർ ഫ്രണ്ട്, ഇപ്പോൾ ഈ നിസ്കാര വഴക്ക്, ഇതെല്ലാം പോട്ടെ. പാലാ ബിഷപ്പിനെതിരെ നടന്ന സമരം പോലും ഈ റാഡിക്കലൈസേഷൻ്റെ ആധിക്യത്തെയാണ് കാണിക്കുന്നത് ഇസ്ലാമിലെ.
ഇസ്ലാമിലെ റാഡിക്കലൈസത്തെ എതിർക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരായി പോകും എന്ന് ധരിക്കരുത്. അതൊക്കെ വെറുതെ പ്രൊപ്പഗാൻഡയാണ്, അതിലൊന്നും വീഴരുത്. റാഡിക്കൽ ഇസ്ലാമിനെ ധൈര്യമായിട്ട് എതിർക്കണം, എതിർത്തേ പറ്റൂ. ഇനിയെങ്കിലും ക്രൈസ്തവ സഭാ നേതൃത്വം, മറ്റ് സഭകൾ, ഈ കത്തോലിക്ക സഭ മാത്രമല്ല ഞാൻ പറയുന്നത്, മൊത്തം മാർത്തോമായാണെങ്കിലും യാക്കോബായ, ഓർത്തഡോക്സ്, ഇവരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് റാഡിക്കൽ ഇസ്ലാമിനെ ബോൾഡായിട്ട് നേരിടുക എന്നുള്ളത്. അത് നേരിട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ഗുരുതരമായിരിക്കും. താങ്ക് യു.